നാടിനെ നടുക്കിയ പുറ്റിങ്ങൽ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്ന കഴക്കൂട്ടം സ്വദേശി കണ്ണന് തലനാരിഴയ്ക്കാണെന്ന് ജീവൻ തിരിച്ചു കിട്ടിയത്. കുറച്ചു കാലം മുമ്പ് ഫ്ലവേഴ്സ് ഒരുകൂടിയിൽ അതിഥിയായി എത്തിയ കണ്ണൻ തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് കടുത്ത വേദനയോടെ. മനുഷ്യൻ ക്ഷണിച്ചു വരുത്തിയ അപകടം എന്നൊക്കെ പറയുന്ന ഒരു സാധനം അത് അല്ലേ? അതെ സാർ. 1 മണിക്ക് തന്നെ അപകടം നടന്നു. 1 മണിക്ക് ആയപ്പോ കറക്റ്റ് അപകടം നടന്നു. എന്തായിരുന്നു അപകടം? അത് അമിട്ട് കത്തിച്ചു, മേളിൽ പോയി, പക്ഷേ അത് പൊട്ടിയില്ല, തറ വീണാണ് പൊട്ടിയത്. വെടിക്കെട്ടുകരാറുകാരൻ സുരേന്ദ്രന്റെ സഹായിയായാണ് കണ്ണൻ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെത്തിയത്. രാത്രി 12 മണിയോടെ വെടിക്കെട്ട് തുടങ്ങി. കമ്പപ്പുരയിൽ നിന്ന് അമിട്ട് ചാക്കിൽ പൊതിഞ്ഞ് വെടിക്കെട്ട് നടക്കുന്നയിടത്തേക്ക് എത്തിക്കുകയായിരുന്നു കണ്ണൻ. സാറേ, അങ്ങനെ അമിട്ട് കൊണ്ട് അവിടെ നിന്ന് എടുത്ത് പുറത്തുകൊണ്ട് പാസ് ചെയ്താണ് പോകണ ജോലിയാണ് എൻ്റെത്. പിന്നെ ഈ അമിട്ട് കുറ്റി കുഴിക്കുന്ന ജോലിയും കൂടെ എൻ്റെതുണ്ട്. ഓക്കെ, അത് നേരത്തെ പണി ചെയ്തിട്ടാണ് ഈ അമിട്ട് പാസ് ചെയ്ത് പോണത്. അമിട്ട് പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് 1 മണിയായപ്പോൾ ഒരു അപകടം നടന്നു. അമിട്ട് കത്തിച്ചു, മേളിൽ പോയി, പക്ഷേ അത് പൊട്ടിയില്ല, തറ വീണാണ് പൊട്ടിയത്. ഏകദേശം 1 മണിയോടെ ചെറിയ തോതിൽ ഒരപകടമുണ്ടായി. കത്തിച്ച് മുകളിലേക്കെറിഞ്ഞ പടക്കം താഴെ വീണ് പൊട്ടി. 3 പേർക്ക് പരിക്കേറ്റു. അല്പസമയത്തിനകം വെടിക്കെട്ട് വീണ്ടും തുടങ്ങി. 2 വിഭാഗങ്ങൾ തമ്മിൽ മത്സരിച്ചുള്ള വെടിക്കെട്ടിനിടെയാണ് അപകടമുണ്ടായത്. അപ്പോഴേ എതിർ കമ്പക്കാര് അമിട്ട് പൊട്ടിക്കണതുകൊണ്ട് ഈ ദിശ മാറി തീയെല്ലാം വന്ന് തീ മഴയായിട്ട് ഞങ്ങളുടെ കമ്പപ്പരയിൽ അവിടെ വന്ന് വീണു. കമ്പപ്പര മേളിലായിട്ട് ഇങ്ങനെ മഴ അണക്ക വീണുകൊണ്ടിരിക്കുക. തീ അണയ്ക്കാനായിട്ട് തീ വീണുകൊണ്ട് വേദന ഉള്ളതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരുന്നു. ഈ കുടയണ സമയം കിട്ടിയില്ല, അതിനുമ്പേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് പൊട്ടി. അതെങ്ങനെ പൊട്ടിയത്? ഇത് തീ വീണോ? ഈ തീ വീണത് ഞാൻ വിചാരിച്ചില്ല ഈ അമിട്ടിൽ വീണെന്നുള്ളത്. ഈ തീ വീണത് നേരെ ഈ അമിട്ടിലാണ് വീണത്. പൊട്ടിയതിനു ശേഷമാണ് അറിയണത് ഇതിൽ തീ വീണിരുന്നു. മരിച്ചെന്ന് കരുതി മോർച്ചറിയിലെത്തിച്ച കണ്ണന് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ നഴ്സാണ് വിവരം മറ്റുള്ളവരെ അറിയിച്ചത്. 5 ദിവസത്തിനു ശേഷം ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോഴാണ് ദുരന്തത്തിന്റെ ആഴമറിയുന്നത്. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അപകടത്തിന് വഴിമരുന്നിട്ടവനെന്ന പഴി കേൾക്കേണ്ടി വന്നു. കേസിൽ ആദ്യം മാപ്പുസാക്ഷിയാക്കിയെങ്കിലും പിന്നീട് കണ്ണനെ പ്രതി ചേർത്തു. ന്യൂസ് ഡെസ്ക് 24. പുറ്റിങ്ങലിലെ വെടിക്കെട്ട് അപകടത്തിൽ 110 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 656 പേർക്ക് പരിക്കേറ്റു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് പരവൂർ പുറ്റിങ്ങലിലെ ഈ വെടിക്കെട്ടിലുണ്ടായത്. കണ്ണൻ കുറച്ച് കാലം മുമ്പ് ഫ്ലവേഴ്സ് ഒരുകൂടിയിൽ അതിഥിയായി വന്ന് പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. സെഷൻസ് കോടതിയിൽ ഇതിൻ്റെ വിചാരണ ആരംഭിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. ഇത്ര കൂടുതൽ ആളുകൾ മരിച്ച മറ്റൊരു വെടിക്കെട്ട് അപകടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റും 45 സെക്കൻഡും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.